അക്രമങ്ങളും കൊലപാതകങ്ങളും തുടർക്കഥയായതോടെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് താമരശ്ശേരിയും സമീപ പ്രദേശങ്ങളും. 2.5 മാസത്തിനിടെ അവിടെ അരങ്ങേറിയത് 3 കൊലപാതകങ്ങൾ. അതിൽ അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ 2 കേസുകൾ. താമരശ്ശേരിയിൽ ക്യാൻസർ രോഗിയായ അമ്മയെ കൊലപ്പെടുത്തിയ ആഷിക്കും കഴിഞ്ഞ ദിവസം ഭാര്യയെ വധിച്ച യാസറും ഉറ്റ ചങ്ങാതിമാരാണ്. 2 പേരും ലഹരി മാഫിയയിലെ കണ്ണികൾ. താമരശ്ശേരിയെ നടുക്കിയ മറ്റൊരു സംഭവമായിരുന്നു 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിനെ സഹപാഠികൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസ്. ഇതോടൊപ്പം ഞെട്ടലോടെ കേട്ടതാണ് MDMA വിഴുങ്ങി യുവാവ് മരിച്ച സംഭവവും. ഇക്കഴിഞ്ഞ ജനുവരി 18-ന് താമരശ്ശേരി സ്വദേശിനി സുബൈദിയെ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. മസ്തിഷ്കാർബുദം ബാധിച്ച സുബൈദ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതുപ്പാടിയിലുള്ള സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസം. ഇവിടെ എത്തിയാണ് മകൻ ആഷിക്ക് സുബൈദിയുടെ കഴുത്തറുത്തത്. ഉമ്മയെ കാണാനെന്ന പേരിലെത്തിയ മകൻ വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് സുബൈദയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുകയായിരുന്നു. ഉമ്മയെ കൊലപ്പെടുത്തിയ മുഹമ്മദ് ആഷിക്കും പുതുപ്പാടിയിൽ ഭാര്യയെ വെട്ടിക്കൊന്ന യാസറും സുഹൃത്തുക്കളെന്നാണ് സൂചന. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആഷിക്കും യാസറും ലഹരിക്കടിമകളാണെന്നും പ്രദേശത്തെ പ്രധാന MDMA ഇടപാടുകാരാണെന്നും സൂചനയുണ്ട്. ഭാര്യ ഷിബിലയെ കുത്തുന്ന സമയത്ത് യാസർ ലഹരിയിലായിരുന്നില്ല എന്നാണ് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞതെന്ന് പോലീസ് പറഞ്ഞു. യാസർ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ലഹരി മരുന്ന് കിട്ടാതെ വന്നപ്പോഴാണോ യാസർ കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 1-നാണ് താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസ് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ടത്. സ്കൂളിലെ സെന്റ് ഓഫ് പാർട്ടിക്കിടെ ഉണ്ടായ ചെറിയൊരു തർക്കമാണ് അരുൺ കൊലയ്ക്ക് കാരണം. അതിന് പിന്നാലെയാണ് താമരശ്ശേരിയിൽ തന്നെ MDMA പൊതി വിഴുങ്ങിയതിന് പിന്നാലെ യുവാവ് മരിച്ച സംഭവവും പുറത്തു വന്നത്. പോലീസിൽ നിന്നും രക്ഷപ്പെടാൻ MDMA പൊതി വിഴുങ്ങിയ ഷാനിദും ലഹരിക്കടിമയെന്നാണ് വിവരം. താമരശ്ശേരി, ഈങ്ങാപ്പുഴ, അടിവാരം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കൃത്യമായി അറിയാമെങ്കിലും പോലീസും എക്സൈസും ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർക്ക് വ്യാപകമായ ആക്ഷേപമുണ്ട്. ഇതിനു മുൻപും താമരശ്ശേരി കേന്ദ്രീകരിച്ച് ഒട്ടേറെ പേർക്ക് ലഹരി മരുന്ന് സംഘത്തിന്റെ മർദ്ദനമേറ്റിരുന്നു. അതിനാൽ പലരും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ പോലും ഭയപ്പെടുകയാണ്. ബംഗളൂരുവിൽ നിന്നുള്ള പല ലഹരി മരുന്ന് ഇടപാടുകാരും താമരശ്ശേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസിനും എക്സൈസിനും കൃത്യമായി അറിയാം. എങ്കിലും നടപടികൾ ഉണ്ടാകാറില്ല. ന്യൂസ് 18 കോഴിക്കോട്.